ഒരു ദിവസം വിഷ്ണുദേവൻ ശിവഭഗവാനെ കാണാനാഗ്രഹിച്ച് ഗരുഡന്റെ പുറത്തേറി കൈലാസത്തിലെത്തി. ഗരുഡനെ പുറത്ത് കാത്തുനിൽക്കാൻ നിർദ്ദേശം നൽകി വിഷ്ണു അകത്തേക്ക് പോയി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ഗരുഡൻ അക്ഷമനായി. അവൻ അകത്തേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചെങ്കിലും നന്ദി അവനെ തടഞ്ഞു. അകത്തേക്ക് പോകരുത്, നിങ്ങളുടെ യജമാനൻ തിരിച്ചെത്തും വരെ ഇവിടെ കാത്തിരിക്കുക എന്ന് നന്ദി പറഞ്ഞു. ഇത് ഗരുഡനെ കോപിഷ്ഠനാക്കി. എന്നെ തടയാൻ നീ ആരാണ്? നീ ഒരു യാചകദേവന്റെ വാഹനമാണ്, ഞാൻ വിഷ്ണുവിന്റെ വാഹനമാണ്. നീ എന്നെ തടഞ്ഞാൽ ഞാൻ നിന്നെ നശിപ്പിക്കും എന്ന് ഗരുഡൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഇത് കേട്ട് നന്ദിക്ക് ദേഷ്യം വന്നു. അവന്റെ മൂക്കിൽ നിന്ന് ശക്തമായ ശ്വാസം പുറത്തേക്ക് വിട്ടു. നന്ദിയുടെ ശ്വാസത്തിന്റെ ശക്തിയിൽ ഗരുഡൻ ദൂരേക്ക് ആകാശത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഗരുഡന് നിസ്സഹായനായി വിഷ്ണുവിനോട് നിലവിളിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ഓ മാധവ, കേശവ, എന്നെ രക്ഷിക്കണേ, ഞാൻ നന്ദിയെ പ്രകോപിപ്പിച്ചു, അവന്റെ ക്രോധം ഞാൻ നേരിടുകയാണ്, എന്നെ രക്ഷിക്കണേ ദേവാ. ഗരുഡന്റെ അപേക്ഷ കേട്ട വിഷ്ണു ശിവനോട് അവനെ രക്ഷിക്കാൻ അപേക്ഷിച്ചു. വിഷ്ണുവിന്റെ പ്രാർത്ഥന കേട്ട ശിവൻ നന്ദിയോട് പറഞ്ഞു, നന്ദി, ഗരുഡനോട് ക്ഷമിക്കൂ, അവനെ വിട്ടയക്കൂ. നന്ദി ശാന്തനായി ഗരുഡനെ മോചിപ്പിച്ചു. ഗരുഡൻ ആശ്വാസത്തോടെ വിനയാന്വിതനായി. വിഷ്ണു ഗരുഡനെ ആശ്വസിപ്പിച്ചു. അവർ ക്ഷീരസാഗരത്തിലേക്ക് മടങ്ങി. നന്ദിയാൽ നാശത്തിന്റെ വക്കിലെത്തിയെങ്കിലും പിന്നീട് ശിവഭഗവാൻ കാരണം ഗരുഡൻ രക്ഷപ്പെട്ടതിനാൽ ഭഗവാൻ ശിവൻ ഗരുഡനെ കീഴടക്കി സംരക്ഷിച്ചവൻ എന്ന അർത്ഥം വരുന്ന ഗരുഡാന്തികമൂർത്തി എന്ന് അറിയപ്പെട്ടു തുടങ്ങി.